ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സി കൃഷ്ണകുമാർ, താങ്കളെ സ്ഥാനാർത്ഥിയാക്കിയത് കെ സുരേന്ദ്രൻ മാത്രമാണ് എന്നതാണ് ഇപ്പോൾ എതിർവിഭാഗം ഉന്നയിക്കുന്ന ആരോപണം. യഥാർത്ഥത്തിൽ താങ്കളെ സ്ഥാനാർത്ഥിയാക്കിയത് കെ സുരേന്ദ്രന്റെ താല്പര്യപ്രകാരമാണോ? ഈ ബി.ജെ.പിയുടെ സംവിധാനത്തെക്കുറിച്ച്, സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ജെ.പി. നദ്ദാജിയും അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് ബി.ജെ.പിയുടെ അസംബ്ലി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. ഇതൊന്നും അറിയാത്ത, പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഞങ്ങളെങ്ങനെ മറുപടി പറയുക? ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സംവിധാനമുണ്ട്. പാർട്ടിയുടെ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പെടുന്ന ഭാരവാഹികളോട്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരി ആളുകളോട് അഭിപ്രായം ചോദിക്കുന്നു. ആ അഭിപ്രായത്തിന് ലിസ്റ്റ് സംസ്ഥാന കോർ കമ്മിറ്റി ചർച്ച ചെയ്യുന്നു. അതിൽ നിന്നും 3 പേരുടെ സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് അയക്കുന്നു. കേന്ദ്ര പാർലമെന്ററി ബോർഡ് അത് ചർച്ച ചെയ്ത് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ കണ്ടെത്തി. അവരുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്, കേരളത്തിൽ നിന്ന് അല്ല. അപ്പൊ ഇതൊന്നും അറിയാതെ, യാതൊരു കാര്യങ്ങളും അറിയാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്ത് പറയാം? ശ്രീ സി കൃഷ്ണകുമാർ യാതൊരു കാര്യങ്ങളും അറിയാത്ത ആളുകളല്ലല്ലോ. പി.കെ. കൃഷ്ണദാസ്, അതുപോലെ തന്നെ സന്ദീപ് വചസ്പതി, ഇവരുടെയൊക്കെ പേരുകളിലാണ് ഇപ്പോൾ ഈ താങ്കൾക്കെതിരെ പറഞ്ഞു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിൽ നിന്നുള്ള എം.പിയുമാണ്. പറഞ്ഞിട്ടില്ലല്ലോ, അവരുടെ പേര് ഉപയോഗിച്ചിട്ട് അവർ പറഞ്ഞു എന്ന് പറയാനില്ല. പി.കെ. കൃഷ്ണദാസ് ജി, അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കോർ കമ്മിറ്റിയിൽ, ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് കോർ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കി അയച്ചത്. അദ്ദേഹം അത്തരം അഭിപ്രായം ഇങ്ങനെ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അതെങ്ങനെ വിശ്വസിക്കുക? അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിജിയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ആളുകൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നല്ല അച്ചടക്കമുള്ള പാർട്ടിയാണ്. ഞങ്ങൾ അതിൽ പറയാനുള്ള വേദികളുണ്ട്. ആ വേദികളിൽ ശ്രീ കൃഷ്ണദാസേട്ടനായാലും ശരി, സുരേഷ് ഗോപിജി ആയാലും എല്ലാം പറയില്ല. അവർക്ക് അഭിപ്രായങ്ങൾ പറയാം, അവരുടെ അഭിപ്രായങ്ങൾ. സന്ദീപ് വചസ്പതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്ന സംസ്ഥാന വക്താവായ ഒരാൾ ചെയ്യേണ്ട രീതിയല്ലല്ലോ അത്. അല്ല, ഞാൻ സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടില്ല, ഞാൻ എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. എന്തായാലും സന്ദീപെല്ലാം പാർട്ടി സംവിധാനത്തിലുള്ള ആളാണ്. അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 20 മണിക്കൂർ മുമ്പിട്ട പോസ്റ്റ് ശ്രീ സി കൃഷ്ണകുമാർ, താങ്കൾ അത് കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നിരിക്കാം, അതുകൊണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പാലക്കാട്ട് തികച്ചും വ്യക്തിപരമായിരുന്നു കാര്യങ്ങൾ. പ്രചാരണത്തിലടക്കം ഇത് കാണാമായിരുന്നു. വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കം വിഷയങ്ങളായി. ഈ കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കും. അതായത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വന്ന് ക്യാമ്പ് ചെയ്തിട്ടും ജയിക്കാൻ പറ്റിയില്ല. ചേലക്കരയിൽ കെ അനീഷ് കുമാറും ടീമും വോട്ട് കൂട്ടി, അതും 1-2 അല്ല, 10,000-ഓളം വോട്ട് കൂട്ടി. നവ്യ ഹരിദാസിനും പോളിംഗ് കുറഞ്ഞിട്ടും വയനാട്ടിൽ വോട്ട് കിട്ടി. പക്ഷേ പാലക്കാട്ട് ഉണ്ടായിരുന്ന വോട്ട് കൂടി താങ്കൾ മത്സരിച്ചപ്പോഴും ഇ ശ്രീധരൻ മത്സരിച്ചപ്പോഴും കിട്ടിയ വോട്ടിലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല. കെ സുരേന്ദ്രന്റെ സാന്നിധ്യം, ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം, പി.കെ. കൃഷ്ണദാസിന്റെ സാന്നിധ്യം എല്ലാവരും ഉണ്ടായിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് സന്ദീപ് വചസ്പതി തുറന്ന ഫോറത്തിൽ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വചസ്പതി എന്ന സംസ്ഥാന വക്താവിനെ, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം സംസ്ഥാന വക്താവാണെന്നല്ലേ? അങ്ങനെ ഒരു സംസ്ഥാന വക്താവ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുമ്പോൾ അത് പാർട്ടി ഫോറത്തിലല്ലേ പറയേണ്ടത്? അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. വയനാടും ചേലക്കരയും പാലക്കാടും ഒരേ പോലെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? കാരണം ബി.ജെ.പിയുടെ നിലവിൽ 2 ടേമായിട്ട് നഗരസഭാ ഭരണമുള്ള ഒരു പ്രദേശമാണ് പാലക്കാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരു ആന്റി ഇൻകുംബൻസി ഫാക്ടർ വരാൻ സാധ്യതയുള്ള പ്രദേശമാണ്. നഗരസഭയ്ക്കെതിരായിട്ട് അവർ നടത്തിയ വലിയ പ്രചരണങ്ങൾ കഴിഞ്ഞ നിരവധി മാസങ്ങളായിട്ട് നഗരസഭയുടെ തെറ്റല്ലാത്ത കാര്യങ്ങൾ പോലും നഗരസഭയുടെ ആയിട്ട് റിപ്പോർട്ടർ ചാനലിൽ തന്നെ ശ്രീ അരുൺ പറഞ്ഞല്ലോ, പാലക്കാട് മുനിസിപ്പൽ ടൗൺ ഹാളിനെ സംബന്ധിച്ച് വലിയ ഞാൻ അതിന് മറുപടി കൊടുത്തതാണ്. ഞാൻ അതിന് മറുപടിയായിട്ട് വന്നതാണ്. MLA ഫണ്ടിൽ നവീകരിക്കുന്ന ടൗൺ ഹാള്, അത് നവീകരണം പൂർത്തിയാക്കാത്തത് പാലക്കാട് നഗരസഭയുടെ ഉത്തരവാദിത്തമായിട്ട് പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിൽ കോൺഗ്രസുകാർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് നടത്തിയ വിക്ടോറിയ കോളേജിന് മുൻവശത്ത് നടത്തിയ ഒരു സമരം ഞാൻ ശ്രദ്ധപ്പെടുത്തുക. ഇതുപോലെ നിരവധി സമരങ്ങൾ നഗരത്തിൽ നടത്തി. സ്റ്റേറ്റ് ഗവൺമെന്റ് PWയുടെ ഉടമസ്ഥതയിലുള്ള റോഡിൽ കുഴി, അതിന്റെ ബാനറായിരുന്നു നഗരസഭയുടെ ഭരണപരാജയം.
എന്നിട്ട് PWD റോഡിൽ കുഴി അടയ്ക്കുന്നു. ഇത്തരത്തിൽ യൂസർ ഫീ, വ്യാപാരികളുടെ നിന്നുള്ള യൂസർ ഫീ കളക്ട് ചെയ്യല്, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല, അത് നഗരസഭയുടെ തലയിലിട്ടു. ഫ്ളാറ്റുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കില്ല എന്നുള്ള ദുഷ്പ്രചരണം വന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ നഗരസഭയ്ക്കെതിരായിട്ട് പ്രചരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി കഴിച്ചു വിട്ട് നഗരസഭാ ഭരണത്തിനെതിരായിട്ട് ഒരു വികാരം സൃഷ്ടിച്ചിരുന്നു. ഞങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് ലഭിക്കേണ്ട വോട്ടുകൾ അതുമൂലം ലഭിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ ബേസ് വോട്ടിൽ യാതൊരു കുറവും വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ശ്രീ ചേലക്കരയിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീ കെ സുരേന്ദ്രന്റെ പങ്കില്ലേ? അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാലക്കാട് ക്യാമ്പ് ചെയ്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചേലക്കരയിൽ പോയത് എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാലക്കാടല്ല പങ്കെടുത്തത്, അദ്ദേഹം ചേലക്കരയിലാണ് പങ്കെടുത്തത്. അങ്ങനെ ചേലക്കരയിലെ ശ്രീ സി കൃഷ്ണകുമാർ, ഇവിടെ പക്ഷേ താങ്കളുടെ പാർട്ടിയിലെ തന്നെ നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വി എസ് രഞ്ജിത്തിനെ കൂടി നമുക്ക് വി എസ് രഞ്ജിത്ത് തത്സമയമുണ്ടെങ്കിൽ രഞ്ജിത്തിലേക്ക് കൂടി ഒന്ന് പോകാം. വി എസ് രഞ്ജിത്ത് കൃത്യമായ സോഴ്സിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്കളുടെ പാർട്ടിയിൽ തന്നെയുള്ളവർ കൊടുക്കുന്ന വാർത്തയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ആള് കൃത്യമായിട്ട് അഭിമുഖം കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഓപ്പണായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാതെ BJP ആണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ആരെങ്കിലും പറഞ്ഞത് മറുപടി പറയാൻ പറ്റുമോ? ഞാൻ ക്രെഡിബിലിറ്റിയെ അങ്ങ് ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ശ്രീ സി കൃഷ്ണകുമാർ. ഞങ്ങളുടെ റിപ്പോർട്ടർ വി എസ് രഞ്ജിത്ത് കൃത്യമായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താങ്കളെ അടക്കം റിപ്പോർട്ടറുടെ ക്രെഡിബിലിറ്റി അല്ല അംഗീകരിക്കുന്നത്. ഞാൻ മറുപടി പറയുന്നല്ലോ. കെ സുരേന്ദ്രൻ ചേലക്കരയിൽ പോയിട്ടില്ലേ? ചേലക്കരയിലെ പ്രവർത്തകർ അദ്ദേഹം പാലക്കാട് സെൻട്രൽ ചെയ്തു എന്നല്ലാതെ അദ്ദേഹം ചേലക്കരയിലും അതുപോലെ തന്നെ വയനാട്ടിലെല്ലാം പോയിട്ട് ഒരു മണ്ഡലത്തിൽ മാത്രം വോട്ട് കുറഞ്ഞാൽ അത് സംസ്ഥാന അധ്യക്ഷന്റെ കഴിവ് കേടും. മറ്റെല്ലാ മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയാൽ അത് സംസ്ഥാന അധ്യക്ഷന്റെ കഴിവും. പാലക്കാടത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും ചേലക്കരയും തമ്മിൽ വ്യത്യാസമുണ്ട്. പാലക്കാട് BJP ജയിക്കുന്നുള്ള സാധ്യത, BJPയുടെ ബേസ് വോട്ട് പരമാവധി എത്തി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് നിയോജക മണ്ഡലം. കഴിഞ്ഞ തവണ ശ്രീധരൻ സാർക്ക് ലഭിച്ചത് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ്, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ലഭിച്ച വോട്ടിന് 10,000-ഓളം വോട്ടുകൾ. 2016 ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പാലക്കാട് ശ്രീ സി കൃഷ്ണകുമാർ, താങ്കളൊന്ന് തുടരണം. 2016 ശോഭാ സുരേന്ദ്രൻ നേടിയ അത്ര പോലും വോട്ട് താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്നതൊരു ഫാക്റ്റായി അവിടെ നിൽക്കുകയാണ്. അവർക്ക് 40,000 പ്ലസ് ആണ്, താങ്കൾക്ക് 40,000-ൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ പോളിംഗും ഇന്നത്തെ പോളിംഗും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. തുടരുക ശ്രീ സി കൃഷ്ണകുമാർ, ദയവായി അങ്ങൊന്ന് തുടരണം. ഞാൻ വി എസ് രഞ്ജിത്തിനെ കൂടി ഒന്ന് കണക്ട് ചെയ്യുകയാണ്. വി എസ് രഞ്ജിത്ത്, സി കൃഷ്ണകുമാർ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ആരാണ് ഇത് പറഞ്ഞത്? PK കൃഷ്ണദാസ് ആണോ പറഞ്ഞത്? ശോഭാ സുരേന്ദ്രനാണോ? ആരാണ് പറഞ്ഞത് എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. പാർട്ടി ഫോറങ്ങളിൽ എല്ലാവരും കൂടി ഇന്ന് തീരുമാനമാണ് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പോലും PK കൃഷ്ണദാസ് അരികിലുണ്ടായിരുന്നു എന്നാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. ഇതിലപ്പോൾ വരുന്ന ഒരു വ്യക്തത എന്താണ് വി എസ് രഞ്ജിത്ത്? സ്വാഭാവികമായിട്ടും കോർ കമ്മിറ്റിയിൽ 3 പേരുകൾ വന്നിരുന്നു എന്ന് കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ സി കൃഷ്ണകുമാറിന്റെ പേരും ശോഭാ സുരേന്ദ്രന്റെ പേരും ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ആ യോഗത്തിൽ അങ്ങനെ ഇല്ല അറിയിച്ചിട്ടുള്ളത് എന്നാണ് അന്ന് കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം എന്ന് പറയുന്നത് അത് ഓഫ് ദ റെക്കോർഡായി അവർ പറയുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും അത് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്താൽ ആ യോഗത്തിൽ ഒരുപക്ഷെ അവർ പരസ്യമായത് പറഞ്ഞേക്കാം, പരസ്യമായതല്ല യോഗത്തിൽ അവർ ഉന്നയിച്ചേക്കാം. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു എതിർപ്പ് സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ശിവരാജനെ പോലുള്ള നേതാക്കന്മാർ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശിവരാജൻ, അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷ്ണകുമാറിനേക്കാൾ കൂടുതൽ ജയസാധ്യത ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ ശിവരാജന്റെ മാത്രം അഭിപ്രായമായി. ഇപ്പോൾ ശിവരാജനെ പോലെ പാർട്ടി കാര്യങ്ങൾ അറിയാത്ത ഒരാളല്ലല്ലോ ശിവരാജൻ. പാർട്ടിയിൽ നേരത്തെ ചുമതലകൾ ഉണ്ടായിരുന്ന, പാർട്ടിയിൽ ഇപ്പോഴും ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള മുതിർന്ന നേതാവാണ് ശിവരാജനെ പോലുള്ളൊരു നേതാവ്. അപ്പോൾ ശിവരാജൻ പരസ്യമായി പറയുന്ന ഒരു കാര്യം, അതുപോലെ സന്ദീപ് വചസ്പതി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, സംസ്ഥാന വക്താവാണ് സന്ദീപ് വചസ്പതി, അദ്ദേഹം പറയുന്നു പാലക്കാട്ട് വോട്ട് ചോർച്ചയുണ്ടായി, അത് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നിയന്ത്രിച്ചിട്ടും അങ്ങനെ സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. ഇത് BJPയെ പോലൊരു കേഡർ പാർട്ടി നേതാക്കന്മാർ ആരും തന്നെ പരസ്യമായി ഒരു പ്രതികരണത്തിന് തയ്യാറാവാത്ത ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒറ്റയും തെറ്റയുമായി പല നേതാക്കന്മാരും പരസ്യ പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നു എന്നുള്ളത് പാർട്ടിക്കുള്ളിലുള്ള മുറുമുറുപ്പാണ്. പാർട്ടിക്കുള്ളിലുള്ള മുറുമുറുപ്പുകളെ സംബന്ധിച്ച്
സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും നേതാക്കന്മാർ പരസ്യ പ്രതികരണത്തിന് തയ്യാറാവാറില്ല. ഒരുപക്ഷെ ഈ കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ യോഗത്തിൽ അവരത് ഉന്നയിച്ചേക്കാം എന്ന് വ്യക്തമാണ്. വി എസ് രഞ്ജിത്ത്, കാരണം വി എസ് രഞ്ജിത്തിനെ അവിശ്വസിക്കുന്ന ഒരു വാർത്ത നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ രഞ്ജിത്തിനെ ക്രോസ് കണക്ട് ചെയ്തത്. ശ്രീ സി കൃഷ്ണകുമാർ, കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഈ റിപ്പോർട്ട്. അപ്പോൾ അടുത്ത യോഗം വിളിക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ആളുകളൊക്കെ വന്ന് പറയാൻ പോകുന്ന കാര്യമാണിത്. അല്ല, പാർട്ടി വേദിയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്തരത്തിലൊരു പരാമർശം വോട്ട് ചോർന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണല്ലോ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് പോസിറ്റീവായിട്ടല്ല എടുക്കേണ്ടത്. എന്തിനാ അത് തെറ്റായിട്ട് എടുക്കുക, ഒരു വിമർശനമായിട്ട് എടുക്കേണ്ടത്? ഞങ്ങൾക്ക് അടുത്ത 1.5 വർഷം കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അത്തരം കാര്യങ്ങൾ പാർട്ടി വേദിയിൽ പറയും, അത് ഞങ്ങൾ പരിശോധിക്കും, തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തും. അല്ലാതെ സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ അപ്പോൾ തൃശ്ശൂരിലെ വിജയം നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് നൽകുമോ? തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചതിന്റെ ക്രെഡിറ്റ് എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷന് കൊടുക്കുന്നില്ല? അത് വിജയം സംസ്ഥാന അധ്യക്ഷന് കൊടുക്കാൻ തയ്യാറില്ല, പരാജയമല്ല സംസ്ഥാന അധ്യക്ഷന്റെ പറഞ്ഞാൽ അത് മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ശരി, വളരെ നന്ദി ശ്രീ സി കൃഷ്ണകുമാർ. പാർട്ടി ഫോറത്തിൽ ചർച്ചയ്ക്ക് വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രതികരണം കൂടി നമ്മൾ ഈ വിഷയത്തിൽ രണ്ട് ഭാഗവും ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BJP-യിൽ പൊട്ടിത്തെറിയുണ്ട് എന്നത് പരസ്യമായി ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാകുന്ന കാര്യം കൂടിയാണ്.